എൻ്റെ പേര് ബീന കൃഷ്ണൻ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 5ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 1ഉം 2ഉം ചാപ്റ്ററിനകത്തിലെ പ്രധാനപ്പെട്ടത് മാത്രം. അത് ആ 2 ലിങ്കും നിങ്ങൾക്ക് ഇതിൽ തന്നെ കിടപ്പുണ്ട്. 1ഉം 2ഉം ചാപ്റ്ററിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. പ്രധാനപ്പെട്ടത് മാത്രം, എല്ലാം പ്രധാനപ്പെട്ടതാണ്. എന്നാലും അത് ഒന്നുകൂടി ഒന്ന് ഓടിച്ചിട്ട് ഒന്ന് പറയാം. കാരണം നിങ്ങൾക്ക് ആ 1ഉം 2ഉം ചാപ്റ്ററിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് പെട്ടെന്നൊന്നും അറിയാൻ വേണ്ടിയാണ് കേട്ടോ. നോക്കുഞ്ഞോളെ, ലൈൻസ് ആൻഡ് സർക്കിൾ എന്നാണ് പാഠത്തിൻ്റെ പേര്. അല്ലെങ്കിൽ എന്താ അതിൻ്റെ പേര്? വരകളും വട്ടങ്ങളും എന്ന് പറയുന്ന പാഠമാണ്. ഇതിനകത്തിൽ സ്കെയിലും സെറ്റ് സ്ക്വയറും ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു റെക്റ്റാങ്കിള് കേട്ടോ വരയ്ക്കാം എന്നാണ്. കണ്ടോ നിങ്ങളെ? അതായത് നമ്മളിപ്പം നോർമലി നമുക്ക് ഈ സ്കെയിൽ വെച്ചിട്ട് മെഷർ തന്നിട്ടുണ്ടെങ്കിൽ, അതായത് നീളം, മലയാളം മീഡിയക്കാരും ഇംഗ്ലീഷ് മീഡിയക്കാരും കേട്ടോടോ നിങ്ങളെ, ഇപ്പം നമ്മൾ നീളം എടുക്കുന്നത് സ്കെയിൽ വെച്ചാണ് ആണല്ലോ. അതിന് നമുക്ക് സ്കെയിൽ വെച്ചെന്ന് വെച്ചാൽ നമുക്ക് അറിയാമോ എന്നാണ്. നോക്കിക്കേ, എപ്പോഴും നമ്മൾ നീളം എടുക്കുമ്പോൾ 0 മുതൽ വേണം എടുക്കാൻ. അത് മറക്കല്ലേ. മിക്ക കുട്ടികളും 5 സെൻറ്റിമീറ്റർ എടുക്കാൻ പറയുമ്പോൾ 1 മുതൽ 5 വരെയായി എടുക്കുന്നത്. തെറ്റുകൾ നിങ്ങൾക്ക് എവിടൊക്കെ വരും എന്നുള്ളിടത്താണ് ഞാൻ ഈ എടുത്ത് പറയുന്നത്. ഒരിക്കലും അങ്ങനെ വരയ്ക്കരുത്. 0 മുതലാണ് കേട്ടോ. 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെൻറ്റിമീറ്റർ ഫസ്റ്റ് വര കാണുന്നുണ്ടോ നിങ്ങളെ സ്കെയിലിൻ്റെ? നിങ്ങൾക്ക് സ്കെയിൽ ഉണ്ടെങ്കിൽ എടുത്ത് നോക്കണം. അതിനകത്തിലേണ്ട ഫസ്റ്റ് ലൈനാണ് 0 കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പുതിയ ഇൻസ്ട്രുമെന്റ് ബോക്സ് വാങ്ങിച്ചു വേണം. അപ്പോൾ പുതിയ സ്കെയിലായിരിക്കും. അതിനകത്തിലൊക്കെ നല്ല വാങ്ങിച്ചില്ലെങ്കിൽ തന്നെ ഈ വർഷം മേടിക്കണം കുഞ്ഞുങ്ങളെ. പുതിയ ഇൻസ്ട്രുമെന്റ് ബോക്സ് വീട്ടിൽ അച്ഛനോടോ അമ്മയോടോ പറഞ്ഞ് മേടിപ്പിക്കണം. കാരണം നമുക്ക് ഈ മാത്സിൻ്റെ ടെസ്റ്റിൽ പടം വരയ്ക്കാനൊക്കെ ഉണ്ട്. നമ്മൾ എപ്പോഴും അടുത്തിരിക്കുന്ന അടുത്ത് ചോദിക്കേണ്ടല്ലോ. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് 10, 100, 150 രൂപയുടെ കാര്യമുള്ളൂ. ഒരു ഇൻസ്ട്രുമെന്റ് ബോക്സ് നമ്മൾ സ്വന്തമായിട്ട് മേടിച്ചിരിക്കണം കേട്ടോ. ഇൻസ്ട്രുമെന്റ് ബോക്സ് കാണും, പക്ഷേ അതിനകത്ത് ഇൻസ്ട്രുമെന്റ് കാണത്തില്ലായിരിക്കും അല്ലേ? സ്കെയിലുണ്ടെങ്കിൽ പെൻസിലില്ല അല്ലേ? അപ്പോൾ കുഞ്ഞുങ്ങൾ എന്തോട്ടെ, 0 മുതൽ ഇപ്പം നമ്മൾ 5 സെൻറ്റിമീറ്ററായി എടുക്കുക. 5 സെൻറ്റിമീറ്റർ നീളമായി എടുക്കുക. നീളത്തിന് ലെങ്ത് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ആണെങ്കിൽ നമ്മൾ 0 മുതൽ 5 വരെ എടുക്കണം കേട്ടോ. വീതി അല്ലെങ്കിൽ ബ്രെഡ് അല്ലെ വിഡ്ത്ത് എന്ന് നമ്മൾ പറയും. നമുക്കത് സ്കെയിൽ വെച്ചിട്ട് 3 സെൻറ്റിമീറ്റർ എടുക്കാൻ പറ്റും അല്ലേ? നോക്കിക്കേ, ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആണ്. റെക്റ്റാങ്കിൾ ആണ് നമ്മൾ വരയ്ക്കുന്നത്. സ്കെയിൽ വെച്ചാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പം നമുക്കിത് അറിയാം അല്ലേ? ഒരുവിധം കുട്ടികൾക്കെല്ലാം ഇത് അറിയാവുന്നതാണ്. അതായത് നീളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ 5 ആയിരിക്കണം. അതുപോലെ തന്നെ എന്താണ്, ഇവിടെ 3 ആണെങ്കിൽ ഇവിടെയും 3 ആയിരിക്കണം. ഇത് നമുക്ക് സ്കെയിൽ വെച്ച് അറിയാം അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ എൻ്റെ ലിങ്ക് കാണുന്നവർക്കറിയാം. ഇത് സെറ്റ് സ്ക്വയർ, എൻ്റെ ലിങ്ക് എന്നല്ല, ഇത് സെറ്റ് സ്ക്വയർ ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങളെ. ഈ സെറ്റ് സ്ക്വയറിൻ്റെ മെഷറിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ, 2 സൈഡ് ഒരുപോലെയുള്ളത് 45ഉം 45ഉമാണ്. 45, 45. ഇനി ഇവിടെ 90 ഡിഗ്രിയാണ്. നിങ്ങൾക്ക് നേരെ പിടിച്ചാണ് കേട്ടോ. ഇതെന്താണ്, 90 ആണ്. അതായത് ഒരു സെറ്റ് സ്ക്വയറിൻ്റെ മെഷർ എപ്പോഴും 180 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതെന്തോ ഇത് 180 എന്താ, ഈ ഏറ്റവും ചെറിയ വശം 30ഉം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വശം അപ്പോൾ എത്ര ആയിരിക്കും, 60ഉം. അതിൻ്റെ മുകളിലത്തെ വശം, അതായത് ഇതിങ്ങനെ വെക്കുമ്പോൾ കണ്ടോ നേരെ ഇരിക്കുന്നത് എപ്പോഴും എന്താ, പെർപെൻഡിക്കുലർ എന്നൊക്കെ നേരെയാണെങ്കിൽ അതെന്താണ് 90. എപ്പോഴും ഒരു സെറ്റ് സ്ക്വയറിൻ്റെ മെഷർ 180 ആണ്. അതിലൊരു സംശയമില്ല. അങ്ങനെയാണെങ്കിൽ ഇത് വെച്ചിട്ട് നിങ്ങൾ എങ്ങനെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കും? നോക്കൂ നിങ്ങളെ, ഇതിൻ്റെ നേരെ ഇരിക്കുന്ന ആ വശമില്ലേ, ഇങ്ങനെ നേരെ ഇരിക്കുന്ന വശം വെച്ചിട്ട് നമുക്ക് വരയ്ക്കാൻ പഠിക്കണം. കണ്ടോ, ഇത് 3 സെൻറ്റിമീറ്റർ. അത് ഇങ്ങോട്ടും വെച്ചിട്ട് ഇവിടെ 3 സെൻറ്റി. കണ്ടോ, ഇത് സെറ്റ് സ്ക്വയർ ആണ്, സ്കെയിലല്ലേ. ഇത് വെച്ചിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുമല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരുപാട് രീതിയിൽ, ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വശവും കണ്ടില്ലയോ നിങ്ങൾ? ഇവിടെ ഏറ്റവും ചെറിയ വശമുണ്ട്. ഇവിടെ ഈ 3, 6 വശങ്ങൾ കണ്ടോ? 6 ഇല്ല, ഇത് രണ്ടും ഒരുപോലെയാണ് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ടോ? ഈ സെറ്റ് സ്ക്വയർ വെച്ചിട്ട്, അതായത് നോക്കിക്കേ, 6 സെൻറ്റിമീറ്റർ നീളവും 3 സെൻറ്റിമീറ്റർ വീതിയും, 6 സെൻറ്റിമീറ്റർ ലെങ്തും 3 സെൻറ്റിമീറ്റർ ലെങ്തും ബ്രെഡ്ത്തുമുള്ള ഒരു പാരലീലോഗ്രാം വരയ്ക്കാം കേട്ടോ. അതായത് സാമാന്തരികം എന്നാണ് അതിൻ്റെ പ്രത്യേകത. എന്താ കുഞ്ഞുങ്ങളെ, ഓപ്പോസിറ്റ് സൈഡ് എപ്പോഴും ഓപ്പോസിറ്റ് സൈഡ് എപ്പോഴും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. പാരലോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, 4 സൈഡുണ്ട് അല്ലേ, 4 സൈഡുണ്ട്. ഈ 4 സൈഡിൽ എപ്പോഴും ഓപ്പോസിറ്റ് സൈഡ് എപ്പോഴും ഈക്വൽ ആയിരിക്കും.
കേട്ടോ. അപ്പോൾ ഇവിടെ 6 ആണെങ്കിൽ ഇവിടെ 6 ആയിരിക്കും, ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ 3 ആയിരിക്കും. ഇത് റെക്റ്റാങ്കിൾ കണ്ടോ, റെക്റ്റാങ്കിളിൻ്റെ ചരിഞ്ഞിരിക്കുന്നതെന്ന് ഏകദേശം അതാണ്. പക്ഷേ ആംഗിളുകളിൽ വ്യത്യാസമുണ്ട്. എന്താണ് ആംഗിൾ? റെക്റ്റാങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നിങ്ങൾ 4 സൈഡും 90 ഡിഗ്രി ആയിരിക്കും. എന്താണ് ഒരു റെക്റ്റാങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 സൈഡും 90 ആയിരിക്കും. പക്ഷേ പാരലോഗ്രാമിന് എന്താണ് ആംഗിളിൽ വ്യത്യാസം വരും. പക്ഷേ സൈഡ് നോക്കി, സൈഡൊക്കെ ഏകദേശം ഒരുപോലെയാണ്. ഏകദേശം അല്ല, അണ്ട 6 to 6 ഒക്കെയാണോ. ഇത് നമ്മൾ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് എങ്ങനെ വരയ്ക്കാമെന്നാണ്. നമ്മൾ വാരി വലിച്ച് പോകുന്നില്ല. നോക്കിക്കേ, ഈ സെറ്റ് സ്ക്വയർ കണ്ടോ, അണ്ടേ ഇതിൻ്റെ ഈ സൈഡ് വെച്ച് വരയ്ക്കും. അപ്പം നിങ്ങൾ ചോദിക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ഈ 6, 5, 3 ഒക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് അറിയത്തില്ല, അല്ല മിക്കവർക്കും അറിയത്തില്ല കേട്ടോ. അതെങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചാൽ എന്താ ഏതാണ്ട് ഈ സ്കെയിലുണ്ടല്ലോ നിങ്ങളുടെ കയ്യിൽ, കണ്ടോ ഈ സ്കെയിൽ വെച്ചിട്ടേ എന്നാണ്ടേ 3 സെൻറ്റിമീറ്റർ വെച്ചിട്ട് കണ്ടോ നമ്മുടെ സെറ്റ് സ്ക്വയർ വെക്കുക. സെറ്റ് സ്ക്വയർ കറക്റ്റ് അതിൽ വെക്കുക. എന്നിട്ട് സ്കെയിൽ വെച്ചിട്ട് 3 സെൻറ്റിമീറ്റർ കാണുന്നുണ്ടോ നിങ്ങളെ, ആ 3 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് വരച്ചാൽ മതി. മനസ്സിലായോ? സെറ്റ് സ്ക്വയറിൽ നിങ്ങൾക്ക് മെഷർ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ മെഷർ തന്നിട്ടുണ്ട്, കാരണം തിരിച്ചങ്ങോട്ടല്ലേ, ഞാൻ ഇവിടെ ഇങ്ങോട്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അതിങ്ങനെ വരയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ മനസ്സിലാവുന്നുണ്ടോ ഞാൻ അങ്ങനെ വരച്ചാൽ മതി കേട്ടോ. അങ്ങനെ ആ സെറ്റ് സ്ക്വയർ ഇങ്ങനെ വെച്ചിട്ട് ഈ സെറ്റ് സ്ക്വയറിൻ്റെ ഏത് വശമാണ് നമ്മൾ എടുത്തതെന്ന് നോക്കിക്കോട്ടെ. ഈ വശം കണ്ടോ, ഇതിൻ്റെ അതേ രീതിയിൽ ഇത് കുറച്ചുകൂടി ഇങ്ങോട്ട് നീക്കിയിട്ട് കണ്ടോ ഇവിടെ വെക്കുക. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ആ എടുത്ത് അതേ പൊസിഷൻ്റെ സെറ്റ് സ്ക്വയർ അനക്കരുത്, നേരെ അങ്ങോട്ട് മാറ്റുമ്പോൾ നോക്കി. ഇനി നമുക്ക് ഡൗട്ടാണ് അവിടെ എവിടെ ഇട്ട് വരയ്ക്കുക. അപ്പോഴും നമ്മൾ സ്കെയിൽ കൊണ്ടുവന്ന് അതിന് സ്കെയിലും അല്ല സെറ്റ് സ്ക്വയർ വെച്ച് തന്നെ വരയ്ക്കണമെന്നാണ് നമ്മളോട് പറഞ്ഞത്. പക്ഷേ മിക്ക കുട്ടികൾക്കും ഇവിടെ തിരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ 3, 4 ഒക്കെ വരുമ്പം തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ് സ്കെയിൽ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾ വരയ്ക്കാമെങ്കിൽ നിങ്ങൾക്ക് തെറ്റത്തില്ല എന്ന് കേട്ടോ. ഇതെൻ്റെ ഒരു ഇത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താ സെൻറ്റിമീറ്റർ തെറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ആ സെറ്റ് സ്ക്വയർ ചരിഞ്ഞ് തന്നെയല്ലേ നമ്മുടെ വര വന്നതും, അതേ രീതിയിൽ തന്നെ ചരിഞ്ഞാണ് വരുന്നതും. എന്താണ് പക്ഷേ നമുക്ക് എന്താ സെൻറ്റിമീറ്റർ കറക്റ്റായിട്ട് അറിയണമെങ്കിൽ നമ്മൾ 3 സെൻറ്റിമീറ്റർ ചരിച്ച് വെച്ചിട്ട് എന്നിട്ട് ഇങ്ങനെ വരച്ചാൽ മതി. ഇപ്പോൾ പിടി കിട്ടിയാ. അപ്പോൾ നമ്മൾ എന്താണ് നല്ല റെക്റ്റാങ്കിൾ വരച്ചു സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട്. കണ്ടോ പാരലോഗ്രാം അല്ലെങ്കിൽ സാമാന്തരികം എന്നാണ് ഇതിൽ പറയുന്നത്. ഇനി നോക്കിക്കേ, നമുക്ക് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് പല രീതിയിൽ വരയ്ക്കാമെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ ഏറ്റവും ചെറിയ വശം കണ്ടോ നിങ്ങൾ, ഏറ്റവും ചെറിയ വശം അത് വെച്ച് നമുക്ക് വരയ്ക്കരുതോ? വരച്ച് നോക്കണേ. ഞാൻ ഈ ഒരാൾ വരച്ച് തരുമ്പം അറിയാമെന്ന് പറഞ്ഞിരിക്കല്ലേ നിങ്ങളെ. താഴെ എന്താണ് 5 സെൻറ്റിമീറ്റർ നമുക്ക് സ്കെയിലോ അതാണ്ട് ഈ സെറ്റ് സ്ക്വയറിൻ്റെ ഈ സൈഡ് വെച്ചോ നമുക്ക് വരയ്ക്കാം. എന്നിട്ടോ ഈ സ്കെയിൽ കണ്ട് ഇങ്ങനെ സെറ്റ് സ്ക്വയർ ഇങ്ങനെ വെച്ചിട്ട് മുമ്പ് ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ കണ്ടോ എന്ത് ചെയ്യണം, നമുക്ക് എളുപ്പവഴിയാണ് ഞാനീ പറയുന്നത് കേട്ടോ, എല്ലാം എളുപ്പവഴിയാണ്. അതൊക്കെ സെറ്റ് സ്ക്വയർ ഇങ്ങനെ വെച്ചിട്ട് അതിനൊപ്പം നമ്മുടെ കോമ്പസ് സ്കെയിൽ വെച്ചിട്ട് എത്രയാണോ നമ്മളോട് ചോദിച്ചത്, 3 അല്ലേ നമ്മളോട് ചോദിച്ചത്, അപ്പോൾ ആ 3 സെൻറ്റിമീറ്റർ കണ്ടോ വരയ്ക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. അപ്പോൾ ഇതിങ്ങനെ മാറ്റിയിട്ട് ഇങ്ങനെ വരച്ചാൽ പോരെ കേട്ടോ. അങ്ങനെ വരയ്ക്കുന്ന കുറച്ചുകൂടെ എളുപ്പം. ഞാൻ കഴിഞ്ഞ ലിങ്കിലൊന്നും അത് പറഞ്ഞിട്ടില്ല കുഞ്ഞുങ്ങളെ. ഇത് കുറച്ചുകൂടെ എളുപ്പം. ആർക്കും തെറ്റുന്നുണ്ട് കേട്ടോ, കുട്ടികൾക്കൊക്കെ ഇത് ഇപ്പോൾ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ടൊക്കെ വരയ്ക്കാൻ പറയുമ്പോൾ തെറ്റുന്നുണ്ടാവും ഞങ്ങൾ. ഇങ്ങനെ ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞത്. നമ്മുടെ സെറ്റ് സ്ക്വയർ അതുപോലെ വെക്കുക, എന്നിട്ട് സ്കെയിൽ വെച്ചിട്ട് മെഷർ കറക്റ്റായിട്ട് 3, അപ്പം നമുക്ക് കുട്ടികൾക്ക് തെറ്റത്തില്ല. അതുകൊണ്ട് വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പം നമുക്ക് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് നോക്കി. ഏതാണ്ട് നേരെയുള്ള വരച്ചു, ഫസ്റ്റ് വലിയ സെറ്റ് സ്ക്വയർ വെച്ച് വരച്ചു, ആ കുഞ്ഞ് സെറ്റ് സ്ക്വയറിൻ്റെ സൈഡ് വെച്ച് വരച്ചു. കാണുന്നുണ്ടോ? ഇനി നോക്കിക്കുക, ഈ സെറ്റ് സ്ക്വയറിൻ്റെ 2 വശം നമ്മളുണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഇതൊക്കെ ടെസ്റ്റിലെ മണിക്കൂറുകളെടുത്ത് ചെയ്യുന്ന കണക്കുകൾ ഞാൻ ഒറ്റയടിക്കൊക്കെ തീർക്കും കേട്ടോ. നോക്കൂ നിങ്ങളെ, താഴെ 5 സെൻറ്റിമീറ്റർ, അതിന് നിങ്ങൾക്ക് സംശയമില്ലല്ലോ. അത് നിങ്ങൾക്ക് സ്കെയിലോ സെറ്റ് സ്ക്വയറോ എന്ത് വെച്ച് 5 വരയ്ക്കാം. എന്നിട്ട് അതിൻ്റെ ഇതാണ്ട് ഈ സൈഡ് വെച്ചിട്ട് ഒരു 3 സെൻറ്റിമീറ്റർ, മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ 3 സെൻറ്റിമീറ്റർ എങ്ങനെ എടുത്താലും മതി. 3 വെച്ച് തൻ്റെ ഏകദേശം ഇവിടെ വരെ 3 സെൻറ്റിമീറ്റർ അല്ലേ. ഇവിടുന്ന് എന്താണ് സെറ്റ് സ്ക്വയർ ഇപ്പുറത്തെ ഈ സെറ്റ് സ്ക്വയറിൻ്റെ ഇപ്പുറത്തെ സൈഡ് വെച്ചിട്ട്, മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ, ഇപ്പുറത്തെ സൈഡ് വെച്ചിട്ട് അതുപോലെ 3 സെൻറ്റിമീറ്റർ ഇങ്ങോട്ടും വരയ്ക്കുക. അപ്പോൾ രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ജോയിൻ ചെയ്യാത്തത് കണ്ടോ, ജോയിൻ ചെയ്യാത്ത നമ്മളങ്ങ് ജോയിൻ ചെയ്യുക കണ്ടോ. അപ്പോൾ ഇത് വേറൊരു രീതിയിലുള്ള പടമായില്ലേ, ആയോ ഞങ്ങളെ. അപ്പോൾ ഏതൊക്കെ രീതിയിൽ ഇത് വരയ്ക്കാവുന്ന. ഇനി നമുക്ക് വേണേൽ ജോയിൻ ചെയ്യാം അല്ലേ. വേണ്ട ഈ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് ഇത് എന്താ ഇതല്ലോ ഞാൻ മറ്റേതാണ്. ഈ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് വേണ്ട 5 വരച്ചിട്ട് ഇത് മേപ്പോട്ടും വരയ്ക്കാം. ഇനി ഇത് ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഏത് സ്ക്വയർ ഇതായിരുന്നു കണ്ടോ, ഇത് വെച്ചിട്ട്
മേപ്പോട്ടും വരയ്ക്കാം. അതായത് നമുക്കൊരു ട്രയാങ്കിളും കിട്ടുമെന്ന്. സെറ്റ് സ്ക്വയർ വെച്ചിട്ട് നമുക്കൊരു ട്രയാങ്കിളും കിട്ടും. ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. സെറ്റ് സ്ക്വയറിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് തൽക്കാലം ഇത്രയും അറിഞ്ഞിരുന്നാൽ മതി. നമുക്ക് നേരെ വരയ്ക്കാം സെറ്റ് സ്ക്വയർ വെച്ചിട്ട്, കാരണം അതിനകത്ത് 90 ഡിഗ്രി പറയുന്നുണ്ട്. പിന്നെ ചരിച്ച് വലിയ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് ചരിക്കുന്നതൊക്കെ ഓർത്തോണോ കുഞ്ഞുങ്ങളെ. നിങ്ങൾക്ക് മെഷർ അവിടെ എങ്ങനെയാണെന്ന് ഡൗട്ട് അടിക്കുമെങ്കിൽ സ്കെയിൽ വെച്ചിട്ട് സെറ്റ് സ്ക്വയറിനോട് ചേർത്ത് സ്കെയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് വരയ്ക്കാം. എളുപ്പ വഴിയാണ് ഇതെല്ലാം. ഇത് കുഞ്ഞ് സെറ്റ് സ്ക്വയറുടെ, കുഞ്ഞെന്ന് ഉദ്ദേശിക്കുന്നത് ഏതാ കുഞ്ഞുങ്ങളെ, 30 ഡിഗ്രിയുടെ ഒരെണ്ണം ഉണ്ട് കേട്ടോ, ചെറിയ വശം 30. അത് വെച്ചിട്ട് എന്താണ് ചരിച്ച് വെച്ച് വരയ്ക്കാം. ഇനി ഇത് രണ്ടും കൂടെ കൂട്ടി മുട്ടാത്ത രീതിയിൽ നമുക്ക് വരയ്ക്കാം. പിന്നെ നമുക്കൊരു ട്രയാങ്കിളും വരയ്ക്കാം എന്നാണ് സെറ്റ് സ്ക്വയർ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അടുത്ത് നോക്കിക്കേ, ഇനി എങ്ങനെയാണ് വൃത്തം. ഇത് മിക്ക കുട്ടികൾക്കും തെറ്റ്. ഞാൻ ഈ തെറ്റെന്ന് പറയുന്നത് അവിടെ വരുമ്പോൾ കുട്ടികൾക്ക് തെറ്റുന്നതുകൊണ്ടാവും. ഒരു സർക്കിൾ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കിടന്ന് കറങ്ങി കോമ്പസും പെൻസിലും ഇട്ട് കറക്കി ഇത്ര ഓർത്താൽ മതി കുഞ്ഞുങ്ങളെ. നിങ്ങൾ ആദ്യം എന്തെന്നറിയോ, സ്കെയിൽ എടുക്കുക. നിങ്ങളോട് എത്ര ആണോ വരയ്ക്കാൻ പറഞ്ഞത്, നിങ്ങളോട് 4 സെൻറ്റിമീറ്റർ ഉള്ള, എളുപ്പം പറയാം, 4 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സർക്കിൾ അല്ലെങ്കിൽ വൃത്തം വരയ്ക്കാൻ പറയാം. നിങ്ങൾ എന്തോ ചെയ്താൽ മതി, പെൻസിൽ എടുക്കുക, സ്കെയിൽ എടുക്കുക, എന്നിട്ട് നിങ്ങൾ പേപ്പറിൻ്റെ നടുക്കെന്ന് വെച്ചാൽ നമുക്കൊരു പടം വരയ്ക്കാൻ അറിയാമല്ലോ. എന്നിട്ട് നിങ്ങൾ 4 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കുക. 4 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു എളുപ്പ വഴിയാണ് കുഞ്ഞുങ്ങളെ, തെറ്റാതിരിക്കാൻ വേണ്ടി മാത്രം ഇത് എളുപ്പ വഴിയാണ് കേട്ടോ, എല്ലാം കുറുക്ക് വഴിയാണ്. 4 സെൻറ്റിമീറ്റർ ഉള്ള കണ്ടോ വരയ്ക്കുക. ഇനി നിങ്ങളുടെ ജോലി എന്ന് വെച്ചാൽ കണ്ടോ, അപ്പം നിങ്ങൾക്ക് ഈ സ്കെയിലിൻ്റെ പുറകെ കിടന്ന് ഓടണ്ട. സ്കെയിൽ നിരങ്ങി പോയെന്നും ഇല്ലേ, കണ്ടോ. ഇത് കറക്റ്റായിട്ട് പേപ്പറിൽ തന്നെ കുത്തുക. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? എന്നിട്ട് വേണ്ടേ ഇവിടെ വെച്ചിട്ട് ഒരൊറ്റ കറക്കുക. കണ്ടോ കുഞ്ഞുങ്ങളെ? ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് മായ്ച്ച് കളയാം. ഇനി മായ്ച്ച് കളഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ ആൻസർ തെറ്റൊന്നുമല്ല. കാരണം എന്താണ്, ഇത് 4 സെൻറ്റിമീറ്റർ നീളമുള്ള 4 സെൻറ്റിമീറ്റർ ഉള്ള ഒരു എന്താണ് വൃത്തമാണ്. ഇനി നോക്കൂ കുഞ്ഞുങ്ങളെ, സെൻറ്ററിൽ നിന്നും മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? നമുക്ക് എപ്പോഴും തെറ്റാതിരിക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങളോട് ഞാനീ പറയുന്നത്. സർക്കിൾ വരയ്ക്കുമ്പോൾ നിങ്ങൾ കുഞ്ഞുങ്ങളല്ലേ, നിങ്ങളിപ്പോൾ എന്താണ് 5ലോട്ട് കയറിയതല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് കോമ്പസിൻ്റെ ഒന്നും ഉപയോഗം കഴിഞ്ഞ വർഷമൊന്നും ഇല്ലായിരുന്നു, ആദ്യമായിട്ട് പഠിക്കുന്നതുകൊണ്ടാണ്. 4 സെൻറ്റിമീറ്ററോ അല്ലെ 3 സെൻറ്റിമീറ്റർ ആണോ നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജോലി എന്താണ്, കോമ്പസ് സ്കെയിൽ എടുത്തിട്ട് 3 സെൻറ്റിമീറ്റർ അല്ലെ 4 സെൻറ്റിമീറ്റർ നീളത്തിലൊരു വര വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, അതിനകത്ത് കോമ്പസ് വെക്കുക. 4 ചോദിക്കുന്നതെങ്കിൽ 4 കുത്തുക. എന്നിട്ട് പിന്നെ കോമ്പസിൽ ഈ പെൻസിലിൽ പിടിക്കരുത് കേട്ടോ. ഈ നമ്മൾ അളവെടുത്തിട്ട് പെൻസിലിൽ പിടിക്കരുത്. തന്നെയുമല്ല നമ്മളെപ്പോഴും കോമ്പസിനേക്കാൾ ചെറിയ പെൻസിൽ നോക്കി എന്ത് ചെയ്യണം, ഈ കോമ്പസിൽ ഇട്ടേക്കണം കേട്ടോ. ഒരു കൊച്ചു പെൻസിലെടുത്ത് എപ്പോഴും കോമ്പസിനകത്തൊക്കെ ഇട്ടിരുന്നാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യുക, നേരെ കറക്കുക, കറക്റ്റായിട്ട് കറക്കുക. പെൻസിൽ പിടിക്കുമ്പോൾ നമ്മുടെ അളവ് മാറും. അത് മാറില്ലേ കുഞ്ഞുങ്ങളെ? അപ്പോൾ എന്താണ്, അത് ഓക്കെയാണ്. ഇപ്പം നിങ്ങൾക്ക് സർക്കിൾ വരയ്ക്കാൻ അറിയാമോ കുഞ്ഞുങ്ങളെ? അപ്പോൾ ഈ സർക്കിളിൻ്റെ ഈ നടുക്ക് കാണപ്പെടുന്ന ഈ ഒരു കുത്തുണ്ടല്ലോ, അതിനെ കേന്ദ്രം അല്ലെങ്കിൽ സെൻറ്റർ എന്നാണ് പറയുന്നത്. എന്താ കുഞ്ഞുങ്ങളെ? കേന്ദ്രം, മലയാളംകാർക്ക് കേന്ദ്രം, ഇംഗ്ലീഷുകാർക്ക് സെൻറ്റർ. സെൻറ്ററിൻ്റെ സ്പെല്ലിംഗ് ഓർത്തോടെ CNTRE ആണ് കേട്ടോ. TRE, നമ്മൾ TR എന്ന് എഴുതും, അതല്ല കുഞ്ഞുങ്ങളെ CNTRE. അതെല്ലാവർക്കും തെറ്റുന്നുണ്ട്, അതൊന്ന് നോക്കിക്കോണം. ഇനി നോക്കിക്കേ, എന്താണ്ട ഈ സെൻറ്ററിൽ നിന്നും നമ്മൾ ഇങ്ങോട്ട് വരച്ചില്ലേ, അതല്ലെങ്കിൽ നമുക്ക് എങ്ങോട്ട്, ഇനി അങ്ങോട്ട് തന്നെ വേണമെന്നില്ല കുഞ്ഞുങ്ങളെ. സെൻറ്ററിൽ നിന്നും വേണേൽ ഞാൻ ഇങ്ങോട്ട് വരയ്ക്കാം, സെൻറ്ററിൽ നിന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ. കാരണം ഈ ഒരു വളയത്തിനകത്ത് എങ്ങോട്ട് വരച്ചാലും എന്താ അതിന് പറയുന്ന പേരാണ് റേഡിയസ്. എന്താണ് ഇംഗ്ലീഷുകാർക്ക് റേഡിയസ് അല്ലെങ്കിൽ ആരം. മനസ്സിലായോ? ഇനി ഈ സെൻറ്ററിനെ ടച്ച് ചെയ്ത് വലിയൊരു വര, അതായത് അങ്ങേയറ്റവും ഇങ്ങേയറ്റവും മുട്ടുന്ന രീതിയിൽ വലിയൊരു വര, അത് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം, എങ്ങനെ വേണമെങ്കിലും സെൻറ്ററിനെ ടച്ച് ചെയ്ത് ഫുള്ള് വരച്ചാൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു, ഡയാമീറ്റർ. DIAMETER. അതിൻ്റെ സ്പെല്ലിങ് മറക്കല്ലേ. ഡയാമീറ്റർ എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ, വ്യാസം. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഇതാണ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിൽ കേട്ടോ, സർക്കിൾ. ഇനി ഞാൻ എൻ്റെ ഫസ്റ്റ് ലിങ്കിൽ ഇട്ടിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. അതായത് ദാണ്ട ഇത് വരയ്ക്കുന്നതൊക്കെ നല്ല രീതിയിൽ ഞാനത് പറയുന്നുണ്ട്. ഒരുപാട് ഞാൻ സമയം എടുക്കും, കാരണം അടുത്ത പാഠം കൂടെ നമുക്ക് എടുക്കണ്ടേ. അതുകൊണ്ട് ഒരുപാട് സമയം എടുത്ത് വയ്ക്കുന്നില്ല. ഇതെല്ലാം ഞാൻ അത് നല്ല രീതിയിൽ വരച്ചിട്ടുണ്ട്. നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടിരിക്കുന്നവരാണെങ്കിൽ അവർക്കെല്ലാം അത് കിട്ടിക്കാണും. അതൊക്കെ കേട്ടോ ഇച്ചിരി സമയം എടുക്കും നമ്മൾ വരച്ച് വെക്കാം കേട്ടോ. അത് അതിൽ ചെയ്തിട്ടുണ്ട്, നമ്മൾ ഒരുപാട് സമയം എടുക്കുന്നില്ല കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ നോക്കി നമ്പർ വേൾഡ് എന്ന് പറയുന്ന പാഠമാണ്. എന്താ നിങ്ങളെ നമ്പർ വേൾഡ്. അതിനകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നോക്കിക്കേ. ആദ്യം നമ്മൾ സംഖ്യാലോകത്തിൽ നമുക്ക് എപ്പോഴും അറിയണം എന്താ ലാർജസ്റ്റ് 1 ഡിജിറ്റ് നമ്പർ, ഏറ്റവും വലിയ ഒറ്റ സംഖ്യ, ഒരു ഡിജിറ്റ്. ഇപ്പം നമ്മൾ തുടങ്ങുമ്പം 1, 2, 3 എന്ന് എണ്ണത്തില്ലേ, അതിലെ 1 ആണ് ഏറ്റവും ചെറിയ സംഖ്യ.
എന്നാൽ ഒരു ഡിജിറ്റുള്ള ഏറ്റവും ചെറിയ സംഖ്യ. അങ്ങനെയാണെങ്കിൽ ഒരു ഡിജിറ്റുള്ള ഏറ്റവും വലിയ സംഖ്യ ഏതാ കുഞ്ഞുങ്ങളെ? 9. ഈ രണ്ടാമത്തെ പടത്തിലെ പ്രധാനപ്പെട്ടത് മാത്രമാണ് പറയുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ അതിലെ ഏറ്റവും ചെറുത് ഏതാ കുഞ്ഞുങ്ങളെ? ഏറ്റവും ചെറുത് 1 ആണ്. ഏറ്റവും ചെറുത് ഏതാ? 1 ആണ് കേട്ടോ. ഞാൻ പറഞ്ഞത് തിരിഞ്ഞോ കുഞ്ഞുങ്ങളെ. ഏറ്റവും ലാർജസ്റ്റ് നമ്പർ, അതായത് നമ്മൾ ഈ 1, 2 എഴുതണ്ട, 1, 2, 3 അങ്ങനെ എഴുതത്തില്ലേ? അപ്പോൾ 9 വരെ വന്നു കഴിഞ്ഞാൽ അതെന്താ? ഒറ്റയക്ക സംഖ്യയാണ്. പിന്നെ നമ്മൾ 10 അല്ലേ, 10 ആകുമ്പോൾ 2 ഡിജിറ്റ് വരുന്നില്ലേ? നമ്മളോട് ചോദിച്ചാൽ ഒരക്ക സംഖ്യയിൽ ഏറ്റവും ചെറുത് 1ഉം ഏറ്റവും വലുത് 9ഉമാണ്. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ലാർജസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ, ലാർജസ്റ്റ് എന്ന് എപ്പോൾ കേട്ടാൽ 9ലാണ് ഇത് കേട്ടോ. 9ലൊരു പിടി വേണം കേട്ടോ. അപ്പം 2 ഡിജിറ്റ് ആകുമ്പോൾ 2 9 ഇട്ട് കൊടുക്കണം. 3 ഡിജിറ്റ് ആണെങ്കിൽ 3 9. ആ ക്ലൂ ഓർത്ത് വെച്ചാൽ മതി കുഞ്ഞുങ്ങളെ കേട്ടോ. 3 ഡിജിറ്റ് ആണെങ്കിൽ, അതായത് 3 അക്ക സംഖ്യ ചോദിക്കുന്നെങ്കിൽ 3 9 ഇട്ട് കൊടുക്കുക. 4 അക്ക സംഖ്യ ഏതാ? വലുതാണേ. വലിയ 4 അക്ക സംഖ്യ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 9. 5 അക്ക വാങ്ങി 5 9. ആ ക്ലൂ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. എന്താ? ഏറ്റവും വലിയ ഒരു അക്ക സംഖ്യ 9, 2 അക്ക സംഖ്യ 99, 3 അക്ക സംഖ്യ 900, അതായത് 999. മലയാളക്കാരും ഇംഗ്ലീഷുകാരും എല്ലാം നോക്കിക്കൊണ്ടോ നിങ്ങൾ. ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ചിലപ്പോൾ തിരിച്ചു വല്ലോ പറയുന്നെങ്കിൽ എന്നോടങ്ങ് ക്ഷമിക്കുക കേട്ടോ. സ്പീഡിൽ പറയുന്നത് കൊണ്ടാണ്. നമുക്ക് 2 ചാപ്റ്റർ ഒറ്റയടിക്ക് എടുക്കണ്ടായി, അതുകൊണ്ടാണ്. ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ ഏതാണ്? 3 അക്ക സംഖ്യ, വലിയ 3 അക്ക സംഖ്യ 999 അല്ലെങ്കിൽ 999. ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് നോക്കണം കേട്ടോ. ഒരക്ക സംഖ്യ, ചെറുത്, വലുത്, സ്മാളും ബിഗുമാണ് കൊടുത്തേക്കുന്നത്. ഇത് പരീക്ഷയ്ക്ക് 1 മാർക്കിന് ചിലപ്പോൾ മിക്കവാറും കാണും. ഇപ്പം നിങ്ങളോട് ചോദിക്കുകയാണ് സ്മാളസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ. ചിലർ എന്ത് ചെയ്യുന്ന അറിയാം? 5 0 ഇട്ട് വെക്കുന്ന കാണാം. 5 0 ഒരു 1ഉം കൂടി ഇട്ട് വെക്കും. ഞാൻ നമ്മുടെ അടുത്ത് ചോദിച്ചത് 5 ഡിജിറ്റ് ആകുമ്പോൾ മൊത്തവും കൂടെ 5 എണ്ണേ വരാവും. മൊത്തവും കൂടി 5 ഡിജിറ്റ് 1 2 3 4 5 കണ്ടോ. ഇത് 5 എണ്ണമില്ലേ? 5 അക്കം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ. അങ്ങനെയാണെങ്കിൽ 5 അക്കമുള്ള ഏറ്റവും വലിയ സംഖ്യ ഇതായിരിക്കും കേട്ടോ. ആ ക്ലൂ ഓർത്ത് വെച്ചേക്കണം കുഞ്ഞുങ്ങളെ. ഓക്കെ ആണോ? ഓക്കെ ആയിരിക്കണം കേട്ടോ. ഇന്ത്യൻ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത നോക്കൂ കുഞ്ഞുങ്ങളെ. ഇതൊക്കെ ഞാൻ എടുത്ത് തന്നാലും ഒന്നുകൂടി ഓടിച്ചിട്ട് പറയുകയാണ്. ഇന്ത്യൻ സിസ്റ്റം നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1s 10s 100, 1000 10,000, lakh 10 lakh, crore. ഈ ഓർഡർ കറക്റ്റായിട്ടും പഠിച്ചിരിക്കണം കേട്ടോ. 1s 10s 100ൻ്റെ ഓർഡർ മറക്കല്ലേ കുഞ്ഞുങ്ങളെ. ഇപ്പം നിങ്ങളോടൊരു സംഖ്യ തരുക, 94 36 27 5 ഇങ്ങനൊരു സംഖ്യ തരുക. നിങ്ങൾ എപ്പോഴും ഓർത്തോണം ലാസ്റ്റിലെ 3 അക്കം. അതിപ്പോൾ ഏത് വലിയ സിസ്റ്റം വന്നാലും അതിനൊരു മാറ്റവും ഇല്ല കേട്ടോ. പിന്നെ നമ്മുടെ ഇന്ത്യൻ സിസ്റ്റത്തിൽ ഇതിപ്പം നോക്കി, ഈ 3 ഡിജിറ്റ് നേരത്തെ ലിങ്കി പറഞ്ഞ പോലെ ഇതൊരു വീട്ടിലാണ് കേട്ടോ. ഇന്ത്യൻ സിസ്റ്റമാണ്. പിന്നീട് എപ്പോഴും ഈ 2 പേര് വെച്ചാണ്, ഈ 2 ഡിജിറ്റ് വെച്ചാണ് കിടക്കുന്നത് കേട്ടോ. നോക്കിക്കേ, പിന്നീട് എപ്പോഴും എന്താണ്? ഇങ്ങോട്ട് വരുന്തോറും ഈ 2 ഡിജിറ്റ് വെച്ചാൽ. അപ്പം ഞാൻ ചോദിക്കാം, ഇവിടെ ഒരു ഡിജിറ്റ് വന്നാലോ? അതിന് 2 എണ്ണം ഇല്ലേ? അതില്ല കുഞ്ഞി, അത് ഇല്ലെന്നല്ല, അതിനെ നമ്മളെന്താ ഒറ്റയ്ക്കാണ് പറയുന്നത്. അതിൻ്റെ അറിയണമെങ്കിൽ 1s 10s 100, 1000 10,000, lakh 10 lakh, ക്രോറ് കഴിഞ്ഞ് ഇങ്ങോട്ടില്ലാത്തതുകൊണ്ട് ക്രോറ് അല്ലേ. അപ്പം 3 crore. ക്രോറിൻ്റെയൊക്കെ സ്പെല്ലിംഗ് എഴുതി വെച്ചിട്ടുണ്ട്. 3യുടെയൊക്കെ അറിയാമല്ലോ. 3 crore. ആദ്യം സംഖ്യ എഴുതുക, പിന്നെ അവരുടെ ഏത് പേരിലാണോ അറിയപ്പെടുന്നത് അത് പറയാം. അപ്പം 3 crore. പിന്നെ 2 എണ്ണത്തിനെയും കൂടെ ഒരുമിച്ച് വേണം വായിക്കാൻ. 94 lakh, LAKH ലാക്ക് കേട്ടോ. അതൊക്കെ ഓരോരുത്തർ എഴുതി വെക്കുന്നതാണ്. 94 lakh, 36. ഈ 2 എണ്ണം വീട്ടിൽ വരുന്നതെന്ന് ഇപ്പം മനസ്സിലായോ? 36,275. ഇന്ത്യൻ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത ഓർത്തോണേ കുഞ്ഞുങ്ങളെ. 3 എണ്ണം ലാസ്റ്റ് വരുന്ന 3 എണ്ണം അത് ഏത് സിസ്റ്റമാണെങ്കിലും അത് എന്താ സെപ്പറേറ്റ് ആണ്. ബാക്കി ഇന്ത്യൻ സിസ്റ്റത്തിൽ 2 എണ്ണത്തിനെ എന്ന് വെച്ചാൽ എന്താ 36,094,03 കോടി. വായിക്കാൻ അറിയാമോ ഞങ്ങളെ മലയാളംകാർ? 3,94,34,275. ഇനി അത് നമ്മൾ ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് എങ്ങനെ പറയും കുഞ്ഞുങ്ങളെ? 3 crore, 94 lakh, 36,275. നിങ്ങൾ ഓരോ ഡിജിറ്റ് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ഇപ്പം 4 7 5 6 ഇതിൻ്റെ നമ്പർ നെയിം എഴുതൂ. എന്താണ് ഇതിൻ്റെ നമ്പർ നെയിം? എങ്ങനെ എഴുതും? നിങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് ലെഫ്റ്റ് ആണേ, ലെഫ്റ്റിലോട്ട് ആരോ മാർക്ക്. 1s 10s 100 1000, 4756, 4756. നിങ്ങളെപ്പോൾ കഴിഞ്ഞ ലിങ്കിൽ ഞാൻ അതിൻ്റെയൊക്കെ മലയാളം ഓരോന്നിൻ്റെ എഴുതിയിട്ടിട്ടുണ്ടോ നിങ്ങളെ? അത് നിങ്ങൾ കയറി ഇത് അറിയാൻ വയ്യാത്തവരൊന്ന് നോക്കണം കേട്ടോ. ഇതാണ് 1ാമത്തെ ചാപ്റ്ററിൽ നോക്കുക. അതിൻ്റെ ഞാനിപ്പോൾ 2 3 എണ്ണം കൂടി എഴുതിയിട്ടിട്ടുണ്ട്. നോക്കിയോ നിങ്ങളെ. പിന്നെ
നോക്കിക്കേ, നാട്ടെ 438, അതായത് 438. സ്പെല്ലിംഗ് അറിയാൻ വയ്യാത്തവർ നോക്കിക്കോടെ. ഈ 30യുടെയും 80യുടെയും ഒക്കെ അറിയാൻ വയ്യാത്തവർ നോക്കണേ നിങ്ങളെ. 438 എന്ന് വെച്ചാൽ 438 എന്നാണ്. മലയാളം മീഡിയക്കാരും ഇംഗ്ലീഷ് മീഡിയക്കാരും. അത് 3 ഡിജിറ്റ്. 4 ആകുമ്പോൾ 1000 വന്നില്ലേ? ഏതാ 2357. ഓക്കെ ആണോ? 2357. അത് നോക്കിക്കേ, 1 2 3 4 5. 5 ആകുമ്പോൾ എന്താണ്? വൺസ്, ടെൻസ്, 100, 1000, 10,000. എന്താ പറഞ്ഞേ? 38,000. നമ്മൾ പറഞ്ഞായിരുന്നു ലാസ്റ്റ് 3 പിന്നെ 2 വന്നു. അപ്പം 38 ഒരു ഇതിലല്ലേ? അപ്പം 38,645. ഈ കോമയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ് കേട്ടോ. ഈ ഓരോ കൂട്ടിൽ ഞാൻ കയറ്റിയല്ലോ, അതെല്ലാം കോമയാണെന്ന് ഓർത്ത് കേട്ടോ. കോമ അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു നിങ്ങളെ. അവിടെ കൂടുമൊന്നുമില്ല, കൂടും വീടുമൊന്നുമില്ല. നിങ്ങൾക്ക് അറിയാൻ വേണ്ടി, മനസ്സിലാവാൻ വേണ്ടി മാത്രം ഞാനതങ്ങനെ പറഞ്ഞതാണ്. അങ്ങനെയൊന്നും ഒരു ടീച്ചർമാരും പഠിപ്പിക്കത്തില്ല. കാരണം കണക്കിനകത്തിൽ എന്തോ വീട്ടിൽ കയറ്റിയാൽ ഒന്നുമില്ല, അതൊക്കെ തെറ്റായ രീതിയിൽ. പക്ഷെ നിങ്ങളെ എങ്ങനെ ഇത് മനസ്സിലാക്കാവുന്ന വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. എന്താ നിങ്ങളെ ഇന്ത്യൻ സിസ്റ്റത്തിൽ ലാസ്റ്റിലത്തെ 3 ഒരു റൗണ്ടിൽ കയറ്റി, അതായത് അത് കഴിഞ്ഞിട്ടൊരു കോമയുണ്ട്, പിന്നീട് 2 വെച്ചാണ് കേട്ടോ. അപ്പം 1 ടെൻസ് 100, 1000 10,000, ലാക്ക് നോക്കി കഴിഞ്ഞാൽ 4 ലാക്ക്. ഇത് 2 ഒരെണ്ണമല്ലേ? അപ്പം എന്താ 67,324. ഓക്കെ ആണോ? മലയാളത്തിൽ പറയാൻ അറിയാമല്ലോ. 4,67,324. ഞാൻ ഇവിടെ മലയാളം ഇംഗ്ലീഷ് എഴുതിയിട്ടിട്ടുണ്ട്. ഇവിടെ നോക്കി. എങ്ങനെയാണെങ്കിൽ ഇത്രയും വലിയൊരു സംഖ്യ എന്നാൽ നിങ്ങൾ എങ്ങനെ എഴുതുമെന്ന് ചോദിച്ചാൽ എങ്ങനെ പറയും കുഞ്ഞുങ്ങളെ? ഞങ്ങൾക്കറിയാം. ആദ്യം 3 പിന്നെ 2 എന്നാന്ന് ഞങ്ങൾക്ക് അറിയാം അല്ലേ? എങ്ങനെ പറയും? 1 ടെൻസ് 100, 1000 10,000, ലാക്ക് 10 ലാക്ക്. നോക്കിയേ, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ അല്ലെ നമ്മുടെ സ്കൂളിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇതല്ല ആദ്യം ഇത് 3 കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ഇട്ട് പഠിക്കാമെങ്കിലേ ആ നമ്പറും അപ്പോൾ അതിൻ്റെ പേര് ഞാൻ കുറേ പിള്ളേരെ അങ്ങനെയാവും ഞാൻ പഠിപ്പിച്ചത്. അതായത് നോക്കിക്കേ, സമയം പോയാലും വേണ്ടിയില്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അല്ലേ? നോക്കി ഇങ്ങനെ ഒരു സംഖ്യ അല്ലേ? ഇതിനെ ഫസ്റ്റ് 3 ഒരു വീട്ടിലെയാണ്, അടുത്ത ഇന്ത്യൻ ആണേ അടുത്ത 2 ഒരു വീട്ടിലെയാണ്, അടുത്ത 2 ഒരു വീട്ടിലെ, അങ്ങനെ 2 വെച്ചാണ് പോകുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ സംഖ്യ എഴുതുക, അവരുടെ വീട്ടുപേര് എഴുതുക, പിന്നെയും സംഖ്യ എഴുതുക, വീട്ടുപേര് എഴുതാൻ മറക്കരുതെന്ന് പറയുന്നത്. നോക്കിക്കേ, 1 ടെൻസ് 100, 1000 10,000, ലാക്ക് 10 ലാക്ക് ആണല്ലോ. ഇവർ ലാക്കിൻ്റെ വീടാണ്. അപ്പോൾ നമ്മൾ തന്നെ 35 ലാക്ക് സംഖ്യ എഴുതുക, എന്താ വീട്ടുപേര് എഴുതുക, 35 ലാക്സ്. അടുത്ത 78 ആരുടെ വീടാവും? 1000. അടുത്ത നമ്പർ. മനസ്സിലായപ്പോൾ? കുറച്ചെങ്കിലും ഒരു പൊടിയായിട്ടെങ്കിലും ഒന്ന് മനസ്സിലായോ നിങ്ങളെ? ഇതിൽ കൂടുതലൊന്നും താഴാൻ പറ്റത്തില്ല കേട്ടോ. അത്രയ്ക്ക് താഴാണ് ഇത് പഠിപ്പിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കാരണം വീടും കൂടും ഒക്കെ ഇട്ടാൽ നോക്കിക്കേ, 1 ടെൻസ് 100, 1000 10,000, ലാക്ക് 10 ലാക്ക്. മനസ്സിലായോ നിങ്ങളെ? അതായത് 3 2 2 2 എന്നും പറഞ്ഞാണ് ഇങ്ങോട്ടാണ് ചൊല്ലുന്നത്. അതും തിരിഞ്ഞു പോകരുത്, ഇങ്ങോട്ടാണ് ചെല്ലുന്നത്. അപ്പം 35 എന്ന് പറയുന്നത് ലാക്കിൻ്റെ വീടാണ്, 78,000 വീടാണ്. ഓക്കെ ആണോ നിങ്ങളെ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അത് ഇന്ത്യൻ ആണെങ്കിൽ ഇൻ്റർനാഷണലിൽ നോക്കിക്കോ കുഞ്ഞുങ്ങളെ. 1 ടെൻസ് 100, 1000 10,000, ഇത് ഇത്രയും നമുക്ക് അറിയാം. 10,000 ഇന്ത്യയിലുള്ളതാണ്. പക്ഷേ ഇൻ്റർനാഷണലിൽ ലാക്കില്ല കുഞ്ഞുങ്ങളെ. ഇൻ്റർനാഷണലിൽ ലാക്സ് ഇല്ല. അതിന് പകരം അവർ 100,000 ആണ് യൂസ് ചെയ്യുന്നത്. എന്താണ്? 100,000 ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ മില്യൺ ആണ്. നമ്മൾ ഈ ഫോണിലൊക്കെ ഇത്ര മില്യൺ എന്നൊക്കെ ഇപ്പം എല്ലാം അല്ല, മില്യൻ്റെ കാര്യങ്ങളാണ് ഫോണിലൊക്കെ. മില്യൺ ഇതാ അല്ലേ? 10 മില്യൺ, 100 മില്യൺ, പിന്നെ ബില്യൺ ആണ് കേട്ടോ. ബില്യൺ, 10 ബില്യൺ, 100 ബില്യൺ, പിന്നെ ട്രില്യൺ, അങ്ങനെ വരും. നിങ്ങൾ കൂടുതൽ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. നിങ്ങൾക്ക് ഇത്രയും ഏകദേശം മതി. എന്താ 1 ടെൻസ് 100, 1000 10,000 വരെ നമ്മൾ ഇന്ത്യൻ സിസ്റ്റത്തിൽ പഠിച്ചതാണ്. പിന്നെ 100,000 ആണ്. 100,000 എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാക്കില്ലയോ ഞങ്ങളെ? ആ ലാക്ക് നമ്മുടെ ഇൻ്റർനാഷണൽ വരുമ്പോൾ 100,000, മില്യൺ, 10 മില്യൺ, 100 മില്യൺ എന്ന് പറഞ്ഞ് പോകും. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ഞാനൊരു സംഖ്യ തരിക. നോക്കിക്കേ, 1 2 4 5 6 7 അങ്ങനെ അല്ല ചെല്ലുന്നത്. എപ്പോഴും എന്താ ഇങ്ങോട്ടാണ് ചെല്ലുന്നത്. 1 ടെൻസ് 100. ഇൻ്റർനാഷണലിൻ്റെ പ്രത്യേകത എന്തോ ഞങ്ങളെ? ഇന്ത്യൻ സിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞായിരുന്നു 3 2 2 2 എന്ന് പറയാം. 3 2 അങ്ങോട്ട് ഒരിക്കലും ചെല്ലല്ലേ. അങ്ങനെ ചെല്ലി എഴുതി വെക്കുന്നവരോട്ട് അങ്ങനെ എഴുതല്ലേ. ഇങ്ങോട്ടാണ്, ലെഫ്റ്റിലോട്ടാണ് എപ്പോഴും എടുക്കുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇൻ്റർനാഷണലും എന്താണ് ലെഫ്റ്റിലോട്ട്. ഫസ്റ്റ് 3 ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ ഒരു മാറ്റവും ഇന്ത്യൻ ആണെങ്കിലും ഇൻ്റർനാഷണൽ ആണെങ്കിലും ഫസ്റ്റ് 3 ഒരു മാറ്റവും ഇല്ല. പിന്നെ നോക്കൂ കുഞ്ഞുങ്ങളെ, എപ്പോഴും അവർ 3 വീടാണ് ഒരു വീട്ടിൽ കിടക്കുന്നത്. അവരല്ലാതെ പറ്റത്തില്ല അവർക്ക്. എപ്പോഴും 3 ആ ക്ലൂ ഓർത്ത് വെച്ചേക്കണം. അപ്പോൾ എങ്ങനെയാണ്? 1 ടെൻസ് 100, 1000 10,000, 100,000, പിന്നെ മില്യൺ കേട്ടോ. മില്യൺ. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതും? 1 മില്യൺ
പിന്നെ 1 മില്യൺ 1 എഴുതി അവരുടെ വീട്ടുപേരെഴുതി. പിന്നെ നമ്മൾ എങ്ങനെയാണ് ഇവിടെ തെറ്റുന്നത് എല്ലാവർക്കും? പിന്നെ എങ്ങനെയാ ഈ നമ്പർ എഴുതി വെച്ചിട്ട് അവരുടെ വീട്ടുപേരങ്ങ് എഴുതിയാൽ മതി. അവരുടെ നമ്പർ 245 അല്ലേ? അതിന് സംശയമുണ്ടോ? 245 എന്ന് എഴുതിയിട്ട് അവരുടെ വീട്ടുപേര് ഏത് വീട്ടുപേരാ? 1000. എന്തുകൊണ്ട് അവിടെ 1000 വന്നേ? 1 10 100 1000 അല്ലേ? ഇത് 1000ൻ്റെ വീടായതുകൊണ്ട് നമ്പർ എഴുതിയിട്ട് വീട്ടുപേര് എഴുതുക. എങ്ങനെയുണ്ട് കുഞ്ഞെ? ക്ലൂ ഇഷ്ടപ്പെട്ടോ? ക്ലൂകളൊക്കെ കൊള്ളാമോ? ഓക്കെ ആണോ നിങ്ങളെ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇച്ചിരി കൂടെ വലിയ നോക്കിയ ഒരു സംഖ്യ തരാം. ഇങ്ങനൊരു സംഖ്യ തരുക. ഒരെണ്ണോടെ കിടക്കട്ടെ, ഇച്ചിരി വലുതിരിക്കട്ടെ. അപ്പം നമ്മുടെ ജോലി എന്താണ്? ഇൻ്റർനാഷണൽ ആണോ? ഞങ്ങൾക്കറിയാം. എന്താ? 3 എണ്ണമാണെന്ന് ഞങ്ങൾക്കറിയാം. 3 എണ്ണമാണ് ഓരോ വീട്ടിൽ. ഇവിടെ നോക്കിക്കേ, 2 ഉള്ളൂ. അവർ 2 ഉള്ളൂ. അപ്പം നമുക്ക് ചെല്ലി നോക്കാം. 1 10 100, 1000 10,000 100,000, മില്യൺ 10 മില്യൺ. എത്ര 10 മില്യൺ? 29 മില്യൺ. അവർ 2 ഉള്ളൂ. 29 മില്യൺ. അപ്പം നമ്പർ എഴുതി, മില്യൻ്റെ വീട് എഴുതി. അടുത്തയോ 689 എന്നുള്ളത് 1000ൻ്റെ. 689,000 അല്ലേ? അടുത്ത ഏതാ? 684. ഓക്കെ ആണോ ഞാൻ? ഇതിൽ കൂടുതലൊന്നും പറ്റത്തില്ല കേട്ടോ. മനസ്സിലായോ നിങ്ങളെ? അത് നല്ലപോലെ ഒന്നുകൂടെ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഇച്ചിരി കൂടെ ഒന്ന് ബാക്കടിച്ചിട്ടൊക്കെ പഠിക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് നോക്കിക്കേ, എന്താ ചാപ്റ്ററിൽ നമ്പർ വേർഡ്സിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഏതാ ഇതിനകത്തില്ല ഒരു കാര്യം? ഇത് കേട്ടോ നിങ്ങളെ, ഒരു കാര്യം വായിച്ചായിരുന്നോ? ഞാൻ ഒന്ന് വായിച്ച് കേൾപ്പിക്കും കേട്ടോ. അതായത് അമേരിക്കയിലെ ഒരു ഗണിത അധ്യാപകനായിരുന്നു എഡ്വേർഡ് കാസ്നർ കേട്ടോ. എന്താണ്? അമേരിക്കയിലെ ഒരു ഗണിത അധ്യാപകനായിരുന്നു എഡ്വേർഡ് കാസ്നർ. 9 വയസ്സുള്ള ഒരു മരുമകൻ മിൽട്ടണ് കണക്കിൽ താല്പര്യമുണ്ടാക്കാനായിട്ട് അദ്ദേഹം അവനോട് ചോദിച്ചു, എന്താ എടാ 1 കഴിഞ്ഞിട്ട് 100 പൂജ്യം ഇട്ടാൽ കിട്ടുന്ന സംഖ്യ എന്ത് വിളിക്കുമെന്ന്. 1 കഴിഞ്ഞിട്ട് എത്ര? 100 പൂജ്യം ഇട്ടാൽ ഇല്ലയോ? ഇവിടെ 4 പൂജ്യം കഴിഞ്ഞാൽ നമ്മളോട് ചോദിച്ചാൽ പെട്ട് ഇല്ലയോ? പക്ഷെ ഇവിടെ എന്താ ചോദിച്ചത്? എടാ 1 കഴിഞ്ഞിട്ട് 100 പൂജ്യം വന്നാൽ നീ എന്ത് വിളിക്കും? കുട്ടിയുടെ ഉത്തരം എന്താണെന്നറിയോ? ഗൂഗിൾ. കുട്ടി എന്താ പറഞ്ഞേ? ഗൂഗിൾ എന്നായിരുന്നെന്ന്. ഈ കാസ്നർ പിന്നീട് എഴുതിയ കണക്കും ഭാവനയും എന്ന പുസ്തകങ്ങളിലൂടെ ഈ പേരങ്ങ് പ്രസിദ്ധമാകും. ഇന്ന് ഇൻ്റർനെറ്റിൽ നമ്മുടെ വിഷയങ്ങൾ തിരയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഗൂഗിൾ എന്ന സംവിധാനത്തിന് പേരിട്ടത് ഈ സംഖ്യയുടെ അടിസ്ഥാനത്തിലാണ്. നമ്മളിപ്പോൾ എന്തെങ്കിലും എന്തിനെക്കുറിച്ചായാലും നമുക്ക് സെർച്ച് നടത്തണമെങ്കിൽ നമ്മൾ ഉടനെ ഗൂഗിളിൽ കയറിയല്ലേ ഞങ്ങളെ തപ്പുന്നത്. അപ്പോൾ ആ ഗൂഗിൾ വന്നതിനെക്കുറിച്ചുള്ള ഒരു ഇതാ കേട്ടോ. നിങ്ങളുടെ ടെസ്റ്റ് കിടപ്പുണ്ട് കേട്ടോ, അത് നോക്കണേ. അത് ഞാൻ കണ്ടായിരുന്നത്, നിങ്ങളോടൊന്ന് പറയാൻ വേണ്ടിയാണ്. പിന്നെ നിങ്ങൾ സംഖ്യകൾ എപ്പോഴും എന്താണ്, വേറൊരെണ്ണോടുണ്ടോ കുഞ്ഞുങ്ങളെ? സമയക്കുറവ്. 2 4 8 6 എന്ന് പറയുക. ഇതിലെ ലാർജസ്റ്റ് നമ്പർ, അതായത് ഇതിനകത്തിലെ ഏറ്റവും വലിയ സംഖ്യ എഴുതി വെക്കാൻ എങ്ങനെ എഴുതും? ഏറ്റവും വലുത് ഏതാ കുഞ്ഞുങ്ങളെ? 8, അതിൽ ചെറുത് 6 4 2. കണ്ടോ? ഇതാണ് ഏറ്റവും വലുത്. എന്നാൽ ഏറ്റവും ചെറുതോ? ഇത് നേരെ തലതിരിച്ചിട്ടാൽ പോരെ? 2 4 6 8. അപ്പോൾ ഏറ്റവും വലിയ സംഖ്യയും ഏറ്റവും ചെറിയ സംഖ്യയും നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് എഴുതാൻ പറ്റണം കേട്ടോ. ഇങ്ങനൊരു ചോദ്യം വരും. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഓക്കെ ആണോ? ഇതിനകത്ത് കുറച്ച് ഭാഗങ്ങളുണ്ട്, അത് ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ഇന്ന് ഇത്രയും മതി. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലായെന്ന് പറയണേ കുഞ്ഞുങ്ങളെ. എന്തായാലും ഞാനിപ്പോൾ ഈ അരമണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തില്ലേ? അപ്പം നിങ്ങളതിന് തിരിച്ച് കമൻറ്റ് പറയണം കേട്ടോ. ഞാൻ 2 ചാപ്റ്ററോട് ഒരുമിച്ച് ഞാൻ ഇത്രയും സമയം കൊണ്ട് എടുത്തത്. ഞാൻ നേരത്തെ 2 ചാപ്റ്ററിൻ്റെയും ഇട്ടതാണ്, എന്നാലും ഒന്നുകൂടി ഞാനൊന്ന് ഇട്ടതാണ്. മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവട്ടെ. നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്യണേ കുഞ്ഞുങ്ങളെ. ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ പോരട്ടെ കേട്ടോ. എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എന്നോട് പറയാം. ഓക്കെ, താങ്ക് യു.